ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, എല്ലാവരുടെയും അറിവിലേക്ക് ഒരു ചെറിയ ചിന്ന അറിവാണ്. നമുക്കെല്ലാവരും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ്, എങ്കിലും എല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണ് കേട്ടോ. മെയിനായിട്ട് എന്താണെന്നോ, നമ്മളിപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എടുക്കുന്നവരാണ് അല്ലേ. ചിലവർക്ക് പ്രഷറായിരിക്കും, ചിലവർക്ക് ഡയബറ്റീസ് ആയിരിക്കും, ചിലവരുടെ ഹാർട്ടിന് പ്രശ്നമോ അങ്ങനെ 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 ഒത്തിരി പിന്നെ മരുന്നുകൾ പല രോഗത്തിനും പല രീതിയിലും നമ്മൾ എടുക്കുന്ന. എന്നാലും നമുക്ക് ഈ പൈസ ചിലവില്ലാണ്ട് കുറച്ച് മരുന്നുകൾ കിട്ടിയാൽ എങ്ങനെയിരിക്കും? എല്ലാവരും ഹാപ്പി ആവില്ലേ? അപ്പോൾ പൈസ ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പിന്നെ സ്വന്തമാക്കാവുന്ന കുറച്ച് മരുന്നുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ പൈസ ചിലവില്ലാത്ത മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഇത് നമ്മൾ ചെയ്യുന്നവർക്ക് ആരോഗ്യം ഉണ്ടാവും, അതുപോലെ സൗന്ദര്യം കൂടും, അതുപോലെ തന്നെ സന്തോഷം കൂടും, പിന്നെ യൗവനം നിലനിർത്താൻ സഹായിക്കും. ഇതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും അസുഖം മാറാൻ നല്ലതാണ്. നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ പൈസ ചിലവില്ലാത്ത മരുന്ന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ മരുന്ന് എന്താണെന്നോ, ഉറക്കമാണ് കേട്ടോ. ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു പിന്നെ നേരത്തെ ഉറങ്ങി നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ടി വിയൊക്കെ കണ്ട് 12 മണിയൊക്കെ എല്ലാവരും ഉറങ്ങും പോലെ, അത് വേണ്ട. നമുക്കൊരു 9 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു 9 മണി ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ പരിപാടിയെല്ലാം കഴിച്ച് കിടന്നുറങ്ങി ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റിയാൽ നല്ലത് കേട്ടോ. എഴുന്നേറ്റ് നമ്മൾ ആ ഒരു പിന്നെ നമ്മൾ ആ നേരം വെളുത്ത് വരുന്ന ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ ആസ്വദിച്ച് നിശബ്ദമായിട്ട് കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടൊക്കെ ഇരിക്കണത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. വളരെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ് ഈ ഒരു കാഴ്ച. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ആ രാവിലത്തെ ആ ഒരു നടത്തം, പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ നല്ല സുഖമാണല്ലേ. വലിയ തിരക്കൊന്നുമില്ല, വണ്ടികളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ നടന്നു നോക്കിയേ, അതും ഒരു മരുന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പിന്നെ ദൈവമില്ല എന്നൊക്കെ പറയും. പക്ഷേ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ആണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കൗൺസിൽ ചെയ്യാനൊന്നും ആരും മെനക്കെടില്ല. പക്ഷേ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. അപ്പം നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൗൺസിലിംഗ് കൂടെ കിട്ടും. അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാവും. എല്ലാ വെറുപ്പും എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങോട്ട് പറഞ്ഞു തീർത്താൽ നമുക്ക് പ്രാർത്ഥന ഒരു മരുന്നായിട്ട് നമുക്ക് കൂട്ടാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ട മരുന്ന് എന്താണെന്നോ, ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ സിറ്റിസനായി ഞാൻ പല ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി. പക്ഷേ എങ്കിലും അത് നല്ല ആസ്വദിച്ച് നല്ല ചവച്ചരച്ച് നല്ല ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് നമ്മൾ കഴിക്കുന്നതും ഒരു മരുന്നാണ്. അതിന് വലിയ ആഹാര പദാർത്ഥങ്ങളൊന്നും വേണ്ട. കഞ്ഞിയും ചമ്മന്തിയും കഞ്ഞിയും പയറാണെങ്കിലും അത് നമ്മൾ ആസ്വദിച്ച് ചവച്ചരച്ച് സന്തോഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് അത് കഴിക്കുന്നത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അത് അറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ഒരു മെഡിക്കൽ സ്റ്റോറാണ്. മെഡിക്കൽ സ്റ്റോറിന് തുല്യമാണ്. എല്ലാ മരുന്നുകളും ആ കൂട്ടത്തിലുണ്ട്. നമുക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു കൂട്ടുകാരുണ്ടാവുക എന്നുള്ളത് അടുത്തൊരു മരുന്നാണ് കേട്ടോ. അപ്പം നല്ല പഴയ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് നമുക്കൊരാളെ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കുകയോ അവരുമായിട്ട് ഇടയ്ക്ക് ഒന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് നല്ല ഒരു എനർജി നമുക്ക് കിട്ടും. അതും ഒരു മരുന്നാണ് കേട്ടോ. പിന്നെ അടുത്ത മരുന്ന് എന്താണെന്നോ, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലിറ്റർ അളന്ന് വെച്ച് കുടിക്കണം അല്ലേ. ഒരു 2 തുടങ്ങി 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ അളന്ന് വെച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ വെള്ളം നമ്മൾ ആവശ്യത്തിന് കുടിച്ചു കഴിയുമ്പോൾ നമുക്കതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങൾ, നമ്മുടെ ശരീരത്തിലെ മെഷീനറി പ്രവർത്തിക്കാൻ കേട്ടോ ഈ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്നതും ഒരു മരുന്നാണ്, പൈസ ഇല്ലാത്ത മരുന്ന്. അടുത്ത മരുന്ന് എന്താണെന്നോ, ഉപവാസം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപവസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സാധാരണ മിക്ക നമ്മുടെ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലേ ഉപവാസ പ്രാർത്ഥന, ഉപവസിച്ചുള്ള നോമ്പ് നോക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഉപവാസം എടുക്കുന്നതും നല്ല ഒന്നാന്തരം മരുന്നാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്നോ, നമുക്ക്
കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ചിരിക്കണം കേട്ടോ. ചിരി നല്ലൊരു മരുന്നാണ്, ചിരി മരുന്ന്. ഞങ്ങൾക്കൊരു ലാഫിംഗ് ക്ലബ്ബൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ചിരിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ചിരി നല്ലൊരു മരുന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൈകൊട്ടി ചിരിച്ചാലോ, അതിലുപരി നമ്മുടെ എല്ലാ നെർവ്സൊക്കെ പിന്നെ ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിനുള്ള എനർജി കൂട്ടുന്നതിനും ഒക്കെ നമ്മൾ കൈകൊട്ടി ചിരിക്കുന്നതും ഒക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ നമ്മൾ ഇപ്പോൾ സീനിയർ സിറ്റിസൺ അതിന് മുന്നേ നമ്മൾ ഓട്ടത്തിലായിരുന്നല്ലോ, അപ്പോഴൊക്കെ നമുക്ക് സമയമില്ല എന്നുള്ളൊരു ടെൻഷനായിരുന്നല്ലോ. നമുക്ക് ഒന്നിനും സമയമില്ല. പക്ഷേ ഈ സമയമില്ലായ്മയും ഒരു മരുന്നാന്ന് പറയണത്. നമ്മുടെ തിരക്കും അപ്പോൾ തിരക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഉത്സാഹം കൂടുമല്ലേ. ഇപ്പോൾ 10 മണിക്ക് ഒരിടത്ത് നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ തിരക്ക് പിടിച്ച് എല്ലാം ഉണ്ടാക്കി, അപ്പോൾ നമുക്ക് ഉത്സാഹം കൂടും, അപ്പോൾ നമുക്ക് ആരോഗ്യം കൂടും. അപ്പോൾ അതും ഒരു മരുന്നാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്നോ, ക്ഷമിക്കാനുള്ള കഴിവ്. നമ്മൾ ആരോടും നമ്മൾ വിരോധം വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. അത് ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഈ മറ്റുള്ളവരുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന് നമ്മൾ കണ്ണി കണ്ടൊക്കെ ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിക്കാതെ എന്തെങ്കിലും ആവട്ടേന്നേ അതങ്ങോട്ട് ക്ഷമിച്ച് കളയാം. അപ്പം അത് ഏറ്റവും വലിയ മരുന്നാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മരുന്നായിട്ട് നമുക്ക് കൂട്ടാട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ട മരുന്ന് എന്താണെന്നോ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യണത് നല്ലൊരു മരുന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് വല്ലതും പറഞ്ഞിട്ട് അയ്യോ ഞാനങ്ങനെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു മനസ്സിനൊരു പ്രയാസം നമ്മുടെ മനസ്സാക്ഷിക്കുത്തുന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ പ്രായത്തിൽ അത് വേണ്ട. നമുക്കെല്ലാം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ദീർഘായുസ്സും എല്ലാം വർദ്ധിക്കും കേട്ടോ. പിന്നെ വേറൊരു മരുന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾ, നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഒരാൾക്ക് വന്നു, നമ്മളത് എന്തെങ്കിലും അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കുള്ളൊരു സന്തോഷം അതും നമുക്ക് ഭയങ്കര. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് അവർ നമ്മളെ കണ്ടിട്ട് ഞാൻ അന്ന് അത് ചെയ്തിട്ട് ഇന്ന് അവരെന്നെ കണ്ടിട്ട് നോക്കാണ്ട് പോയെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. അത് കഴിഞ്ഞു, നമ്മൾ കൊടുത്തു, അവരത് വാങ്ങി, നമുക്ക് സന്തോഷമായി, അവർക്ക് സന്തോഷമായി, അത് കഴിഞ്ഞു. അതുപോലെ തന്നെ വേറൊരു മരുന്നുണ്ട് കേട്ടോ. ഈ നന്മ ചെയ്യാൻ നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നതും അതും ഒരു മരുന്നാണ്. കാരണം ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളെക്കൊണ്ടത് പറ്റില്ല, പക്ഷേ അത് പറ്റുന്നവരോട് അത് പറഞ്ഞ് നമ്മളറിയുന്ന മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് നമുക്കതൊന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നതും നമുക്കും അതിൻ്റെ ദൈവാനുഗ്രഹവും അതിൻ്റെ സന്തോഷവും സംതൃപ്തിയും എല്ലാം നമുക്കും കിട്ടും. അതാണ് അടുത്ത ഒരു മരുന്ന് കേട്ടോ. പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രകൃതിയായിട്ട് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ അവസരം കിട്ടും. അത് കളയല്ലേ. നമ്മൾ രാത്രിയും പകലും ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചാലും നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും ദീർഘായുസ്സും മഴ തണുപ്പ് ഇതെല്ലാം നമുക്ക് ഹാപ്പിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാതെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചിലവില്ലാത്ത മരുന്നിനെക്കുറിച്ച് പറയണത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ടാവും, എന്തൊക്കെയാണ് മാഡം പറയണതെന്ന്. ഈ ചിരി ഒരു മരുന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ട് ചിരിച്ചിരുന്നോളൂ. പിന്നെ ഇതെൻ്റെ ഈ പോസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, അമ്മമാർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, എല്ലാത്തിലുപരി ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.